രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീരാമായ നമ. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡം സർഗം 17. വേദവതിയുടെ ശാപം. രാവണൻ ഒരിക്കൽ ഹിമവാന്റെ താഴ്വരയിൽ ചുറ്റി നടക്കുകയായിരുന്നു. അവിടെ മാൻതോലുടുത്ത് ജടാധാരിയായി തപസ് ചെയ്യുന്ന ഒരു കന്യകയെ കണ്ടു. അവളോട് കാമം തോന്നിയ രാവണൻ ചോദിച്ചു, നിന്റെ യൗവനത്തിന് ചേരാത്തതായ ഈ തപസ് നീ എന്തിനാണ് അനുഷ്ഠിക്കുന്നത്? നിന്നെ കണ്ടാൽ മനുഷ്യർക്ക് കാമഭ്രാന്ത് പിടിക്കും. നീ തപസ് ചെയ്യുന്നത് ശരിയല്ല. ശോഭനവദനേ, നീ ആരുടെ പുത്രിയാണ്? നിന്റെ ഭർത്താവ് ആരാണ്? നിന്നെ ഭാര്യയായി കിട്ടിയ പുരുഷൻ പുണ്യശാലി തന്നെ. ഭവതി എന്ത് കാരണത്താലാണ് തപക്ലേശം അനുഭവിക്കുന്നത്? ആ കന്യക രാവണന് അതിഥി പൂജ ചെയ്ത ശേഷം അവനോട് പറഞ്ഞു, ബൃഹസ്പതിപുത്രനായ കുശധ്വജൻ എന്ന ബ്രഹ്മർഷിയാണ് എൻ്റെ പിതാവ്. ബുദ്ധിയിൽ ബൃഹസ്പതിക്ക് തുല്യൻ. ഇടവിടാതെ വേദാഭ്യാസം ചെയ്യുന്ന ആ മഹാത്മാവിന് വേദം തന്നെ മൂർത്തീഭാവം പൂണ്ട ഒരു കന്യകയായി ഞാൻ ജനിച്ചു. വേദവതി എന്നാണ് എൻ്റെ പേര്. ഗന്ധർവന്മാരും ദേവന്മാരും യക്ഷന്മാരും രക്ഷസുകളും പന്നകന്മാരും എന്നെ വിവാഹം ചെയ്തു കൊടുക്കാനായി എൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ പിതാവ് എന്നെ അവർക്കൊന്നും കൊടുത്തില്ല. വിഷ്ണു ഭഗവാൻ തന്നെ തൻ്റെ ജാമാതാവായി വരണം എന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. ബലം കൊണ്ട് അഹങ്കാരം വർദ്ധിച്ച ശംഭു എന്ന ദൈത്യരാജാവ് അത് കേട്ട് ക്രോധാക്രാന്തനായി. ആ ദുഷ്ടൻ രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ പിതാവിനെ വധിച്ചു. ദുഃഖിതയായ എൻ്റെ മാതാവ് പിതാവിൻ്റെ ശരീരത്തെ കെട്ടിപ്പുണർന്നുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു. പിതാവിൻ്റെ മനോരഥത്തെ നിറവേറ്റുന്നതിനായി അന്ന് തൊട്ട് ഞാൻ മഹാവിഷ്ണുവിനെ തന്നെ ഹൃദയത്താൽ വരിച്ചു കഴിഞ്ഞു. മഹാവിഷ്ണുവിനെ മാത്രമേ ഭർത്താവായി സ്വീകരിക്കൂ എന്ന് പ്രതിജ്ഞയും ചെയ്തു. അതിനുവേണ്ടി കഠിന തപസ് അനുഷ്ഠിക്കുകയാണ്. പുരുഷോത്തമനായ പത്മനാഭനാണ് എൻ്റെ ഭർത്താവ്, മറ്റാരുമല്ല. ഈ ഘോരവ്രതത്തിൽ ഇരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഈ 3 ലോകങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ തപസ്സുകൊണ്ട് ഞാൻ അറിയുന്നു. ഭവാൻ ആരെന്നും എനിക്കറിയാം. അങ്ങ് ഇവിടെ നിന്നും പോയിക്കൊള്ളുക. കാമം കൊണ്ട് ലജ്ജ വെടിഞ്ഞ രാവണൻ അവളോട് പറഞ്ഞു, ഇപ്രകാരമുള്ള തപോനിഷ്ഠ വൃദ്ധന്മാർക്ക് കാമം മാത്രം ചേർന്നതാണ്. നിനക്ക് അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നു. ഭവതിയുടെ യൗവനം വ്യർത്ഥമായി പോവുകയാണ്. ഞാൻ ലങ്കാധിപൻ ദശഗ്രീവനാണ്. നീ എൻ്റെ ഭാര്യയായി ഭവിച്ചാലും എൻ്റെ സമ്പത്തുകൾ ഇഷ്ടം പോലെ അനുഭവിച്ചു കൊള്ളുക. നീ യാതൊരുവനെ ആഗ്രഹിക്കുന്നുവോ ആ വിഷ്ണു എന്നവൻ വീര്യം കൊണ്ടും തപസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും കയ്യൂക്കുകൊണ്ടും എന്നോട് സമനാകുകയില്ല. വേദവതി രാക്ഷസനോട് പറഞ്ഞു, അരുത് രാക്ഷസേന്ദ്ര, അങ്ങല്ലാതെ മറ്റാരാണ് ത്രൈലോക്യനാഥനായ സർവലോകവന്ദ്യനായ മഹാവിഷ്ണുവിനെക്കുറിച്ച് ഇങ്ങനെ അപമര്യാദയായി പറയുക? അപ്പോൾ രാവണൻ ആ കന്യകയുടെ തലമുടിയിൽ കടന്നു പിടിച്ചു. വേദവതി ക്രുദ്ധയായി. അവളുടെ വലത്തെ കൈ ഒരു ഖഡ്ഗമായി മാറി. അതുകൊണ്ട് അവൾ തൻ്റെ കേശഭാരത്തെ മുറിച്ചിട്ടു. ദേഹത്തെ ത്യജിക്കാൻ നിശ്ചയിച്ച് അഗ്നി ജ്വലിപ്പിച്ച് കോപം കൊണ്ട് ഉജ്ജ്വലിക്കുന്നവളായി അവൾ രാക്ഷസനോട് പറഞ്ഞു, നിന്നാൽ കൈവയ്ക്കപ്പെട്ട എനിക്ക് ജീവനിൽ കൊതിയില്ല. അതിനാൽ നീ കാണേ തന്നെ ഞാൻ അഗ്നിയിൽ ചാടുന്നുണ്ട്. പാപാത്മാവായ നീ എന്നെ വനത്തിൽ സ്പർശിച്ചതിനാൽ നിന്റെ നാശത്തിനായി ഞാൻ വീണ്ടും ജനിക്കും. എന്നെ അനുഭവിക്കാൻ കഴിയാതെ തന്നെ നിനക്ക് മരണം സംഭവിക്കും. മാത്രമല്ല നിന്റെ വംശനാശവും അതോടെ ഉണ്ടാകും.
ഇപ്രകാരം ശപിച്ചിട്ട് വേദവതി യോഗാഗ്നിയിൽ ശരീരം ദഹിപ്പിച്ചു. ഇപ്പോൾ സീതാദേവിയായി ജനിച്ചിരിക്കുന്നത് അവളത്രേ. അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. രാവണവധത്തിനാണ് അങ്ങയുടെ അവതാരം. 17-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.